അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഭർത്താവിൻ്റെ കൂടെ കാറിൽ പോവുകയാണ് നൂറ. ഭർത്താവ് തൊട്ടടുത്തിരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം കാര്യമായിട്ടൊന്നും മിണ്ടുകയോ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. അവളാണെങ്കിൽ സങ്കടഭാരത്താലും വിഷമത്താലും അവളാകെ ടയേർഡായിരുന്നു. എന്നാൽ കാർ സീറ്റിൻ്റെ ഫ്രണ്ടിലിരുന്ന പെങ്ങളാണോ എന്തോ അറിയില്ല, ഏതായാലും പോയി നോക്കുക. എന്താപ്പം അത് ഇറങ്ങുമ്പോൾ തന്നെ വീണക്കാണ്. വല്ല ബോധം കുടലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടും ചെയ്തു. ഇതൊക്കെ തുടക്കത്തിൽ തന്നെ കണ്ടതും ഇതായി. ഇനിയിപ്പോൾ ഏതായാലും കല്യാണമല്ലേ, ഇനിയിപ്പോൾ പൗതി വെച്ച് മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഏതായാലും പരീക്കാട് എത്തിച്ചു നോക്കുക. എന്നാൽ അത് അവൾ കേട്ടു. റബ്ബേ, എനിക്ക് ഒന്നും. എന്നാൽ ഭർത്താവിനോട് ആയിട്ട് നാത്തൂൻ പറയുന്നു, അതെ ഷിനാസേ, നല്ലോണം കരുതിക്കോ. ഒക്കെ കണ്ടറിഞ്ഞ് ഇതാക്കിയാൽ മതി. ജീവിതം തുടങ്ങണേ ഉള്ളൂ. തുടക്കത്തിൽ തന്നെ ആണെങ്കിലാണ് ഉള്ളി കളയാം. മറ്റേത് കുട്ടികളും മക്കളൊക്കെ ആയിക്കഴിഞ്ഞാലേ അതൊരു കഥ ഇക്കാരം. എന്നാൽ അവൾക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. റബ്ബേ, എന്നെക്കുറിച്ചാണോ ഈ പറയുന്നത് എന്നൊക്കെ. എന്നാൽ അല്പസമയത്തിന് ശേഷം അതാ അവരുടെ ആ വലിയ വീടിൻ്റെ മുറ്റത്തേക്ക് ആ കാർ കയറി. പന്തലിലേക്ക് അതാ എല്ലാവരും അവളെ കൊണ്ടുപോകുന്ന ആ തിരക്കിനിടയിൽ പലരും വിളിച്ചു പറഞ്ഞു, തിജ്ജും വള്ളും കാത്തോളി പൊന്നാര മക്കളെ, ഇത് വിചാരിച്ച പോലെ ഒന്നല്ലട്ടാ. ഏതായാലും തിജ്ജും വള്ളും കാത്തോളി. എല്ലാവരും എന്താണ് കാര്യമെന്ന് വിചാരിച്ചു ആശ്ചര്യത്തോടെ നോക്കുകയാണ്. അപ്പോഴാണ് ഓരോ സ്ത്രീകൾ പറയുന്നത്, അതുകൊണ്ട് പെരീന്നാണ്ട് ഇറങ്ങണോട് കൂടി ബോധം കിട്ടും. അപ്പം തന്നെ മനസ്സിലാക്കാമല്ലോ, എന്തെങ്കിലും വല്ല കുറുക്കൻ്റെ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അതുമായി. പിന്നെ അപസ്മാരത്തിന് ഉണ്ടെങ്കിലോ പറയും വേണ്ട, പിന്നെ കാലാകാലം തലയിൽ വെച്ചിക്കേണ്ടി വരും. എല്ലാവരും അങ്ങനെ പറഞ്ഞു. എന്നാൽ നൂറ, പഠിച്ചോൻ എന്തൊക്കെ ഇവർ പറയുന്നത്, എനിക്ക് ആകപ്പാട് ടയേർഡായിപ്പോയി. ഞാൻ ഉമ്മ എന്നോട് ചോറ് കഴിക്കാൻ പറഞ്ഞെങ്കിൽ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെ 2 വറ്റ് തിന്ന്, പിന്നെ ആളുകളുടെ കാളിലും നോക്കലും പോരാത്തത്, പിന്നെ ആ ഒരു തേടി വന്നവരുടെ എല്ലാ പരിക്കും എല്ലാം കൂടെ കുത്തുവാക്കുകളെല്ലാം കൂടെ എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ച് പോയി. എനിക്കറിയില്ല എന്തെനിക്ക് പറ്റിയത്. ഞാൻ ശരിക്കും തലകറങ്ങി വീണതാണോ എന്തെനിക്കറിയില്ല. അവൾ സങ്കടത്തോടെ ആ കല്യാണ പന്തലിലിരുന്നു. ചുറ്റുഭാഗത്തുമായി എല്ലാവരും അവളെ കാണുവാൻ വന്നിരിക്കുന്നു. പലരും പല രീതിയിലുള്ള വാക്കുകൾ. എന്താലേ തീരെ തടി, ഓനെ കണ്ടാലോ, പുതിയാപ്പളിനെ കണ്ട എന്താ ചൊർക്ക്, ആ പെണ്ണൊരു ഇല്ലിക്കോലെന്നെ. കാണാനൊക്കെ രസമുണ്ട്, മുഖം നല്ല ഭംഗിയുണ്ട്, നല്ല കളറുണ്ട്, ചുണ്ടൊക്കെ ചോന്നിട്ട്. ഇനിയിപ്പോൾ മേക്കപ്പാണോ അതും അറിയില്ല കേട്ടോ. കാണാനൊന്നും കുഴപ്പമൊന്നുമില്ല. തടി തീരെ ഇല്ല. അല്ലടി, എല്ലാവരും പറയണ്ടല്ലോ ഓൾക്ക് എന്താ കുറുക്കൻ്റെ അസുഖം ഉണ്ടെന്നോ, എന്തപ്പോൾ തലകറങ്ങലുണ്ടെന്നോ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട്. എന്താന്നാവോ, ചിലർക്ക് അപസ്മാരം കാര്യങ്ങളൊക്കെ ഉണ്ടാവേ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ, ഏതായാലും ചെക്കൻ്റെ വിധി. നന്നായി കിട്ടിയ നന്നായി. എന്നാൽ നാത്തൂൻ പറയുന്നു, നേരെ ഉമ്മയുടെ അടുത്ത് പോയി, ഉമ്മ ഇതൊന്നും ശരിയാവും തോന്നുന്നില്ല കേട്ടോ. എന്താടി? ഇറങ്ങുമ്പോൾ തന്നെ തലയിറങ്ങി വീണക്കണ് നിങ്ങളെ മരുവോള്. ഏതായാലും എന്തൊക്കെയാവോ ഇടങ്ങാറാവേ. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് പെണ്ണ് തടിയില്ലായിട്ട് ഞമ്മക്ക് പറ്റൂലെന്നുണ്ട്, വേണ്ട. എന്താടി ഈ പറയണത്? വന്ന് കയറിയതിന് മുമ്പിൻ്റെ ഇതാണോ പറഞ്ഞത്? ഒന്ന് പൊയ്ക്ക അവിടുന്ന്. ഞങ്ങൾ കൈ പിടിച്ച് അകത്ത് കയറ്റിക്കോളി. ഉമ്മ അതാ അവളെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റുവാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അതിനിടയിൽ ആരോ പറഞ്ഞു, നല്ലോണം മുറുക്കി പിടിച്ചോ, ചിലപ്പോൾ അമ്മായിമ്മയും മരുവോളും കൂടി ഒപ്പം ഇരിക്കലും പുകല്. എന്നാൽ അത് കേട്ട ആ ഉമ്മ ഒന്ന് നോക്കി ആ ഭാഗത്തേക്ക്. എന്താ ഒരു പെണ്ണ് വന്നിങ്ങോട്ട് കയറിയപ്പോൾ തന്നെ എന്തൊക്കെ കുത്തുവാക്കുകളാണ് പറയണത്. ഉമ്മ നല്ലോ കരുതിക്കോളി. പാവം ആ പെൺകുട്ടി ഭയം കൊണ്ടും നിഷ്കളങ്കത കൊണ്ടും അവളുടെ മുഖം വല്ലാതെ വെളുത്തിരുന്നു. അവളാകെ ആശ്ചര്യത്തോടെ അവരെ നോക്കുകയാണ്. അവൾക്കിപ്പോൾ കരച്ചിലല്ല, ആകെപ്പാടൊരു പേടി. കണ്ണും മോറും കണ്ടില്ലേ, കണ്ടാൽ തന്നെ പേടിയാണ്. ഉണ്ടക്കണ്ണ്. എന്തൊക്കെയാവും തീരുന്നാവോ. ഏതായാലും ചെറിയ കുട്ടികളല്ലേ, അവർ ആദ്യമായിട്ട് കല്യാണത്തിനൊക്കെ ഒരുങ്ങി നിൽക്കുമ്പോൾ പേടിയും ബേജാറും ഉണ്ടാവും. അതൊക്കെ ഉണ്ടാകേണ്ടതാണ്. അവളെ കൈപ്പിടിച്ച് ഉമ്മ കയറ്റുന്നതിനിടയിൽ അത് പറഞ്ഞു. അവൾ വലതുകാൽ വെച്ച് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കയറി മണിയറയിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. എല്ലാവരും അവളെ മണിയറയിൽ ചെന്ന് കാണാൻ തുടങ്ങി. എന്താ മട്ടെന്നാവും, ഇനി വലിയ ചിലവിൽ
ചതിക്കുകയെ ചിലവർ നല്ലോണം പറ്റിച്ചു. അതായത് ഈ അസുഖമുള്ള കുട്ടികളൊക്കെ വെച്ച് നിന്നുകാണ്ട് ഇവർ പിന്നെ പറയില്ലല്ലോ. പിന്നെ പെരിയിലെത്തുമ്പോഴേക്കാരും അവൾ മാനസികമായിരുന്നു, അല്ലെങ്കിൽ അപസ്മാരമുണ്ടായിരുന്നു, വേറെ വല്ല അസുഖമുണ്ട്, അതൊക്കെ പിന്നെ അറിയും. ചിലവർ പല ഈ ഒരു ന്യൂനതകൾ ഉള്ളതൊക്കെ മറച്ച് വെച്ച് അങ്ങനെയൊക്കെ കെട്ടിക്കണോല്ലോ എത്ര ഉണ്ടെന്നോ. പറയാനുള്ളത് തുറന്നാണ്ട് പറഞ്ഞാൽ പോരുന്ന അല്ലല്ലേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ആ പെണ്ണിപ്പോൾ വീണ സമയത്ത് ആരും ഇല്ലെങ്കിലൊക്കെ തല അടിച്ച് വീണീനു. ഏതായാലും പഠിച്ചോനെ ഇങ്ങനെയും ഓരോ എല്ലാവർക്കും ഉണ്ട് പെൺകുട്ടികൾ, ഏതൊക്കെയോ ഒന്നും പറയാൻ പറ്റൂലല്ലോ. പഠിച്ചോൻ കാക്കട്ടെ. പലരും അതിനിടയിൽ അതും പറയുന്നു. അങ്ങനെ ആളുകളെല്ലാം ഒഴിഞ്ഞു തുടങ്ങി. എല്ലാവരും യാത്ര പറഞ്ഞു അവിടെ നിന്ന് പോകുകയാണ്. മോളെ എടി ഞങ്ങൾ പോട്ടെട്ടോ. മണവാട്ടിയുടെ കൂടെ വന്നവരെല്ലാം അവളോട് സലാം പറഞ്ഞു പോവുകയാണ്. എന്നാൽ എല്ലാവരും പോകുവാൻ തുടങ്ങിയപ്പോൾ വല്ലാത്തൊരു വിഷമം നൂറക്ക്. നൂറ കരഞ്ഞു. മോളെ കരയൊന്നും വേണ്ട, വന്നോലും പിന്നെ ഇവിടെ നിൽക്കൂലല്ലോ. ഉമ്മയുടെ ആ ഒരു വാക്കുകൾ. എല്ലാവരും പോയപ്പോൾ നൂറക്ക് വല്ലാത്ത സങ്കടമായി. അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാതെ വേദനിച്ചു. അവസാനമായി ബുഷി പറഞ്ഞത്, മോളെ എന്തൊക്കെ തന്നെയാലും നല്ല രീതിയിൽ നിന്നോ. പിന്നെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. പിന്നെ ഇനി വേറൊന്നും ഓർക്കണ്ട. നീ നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ നല്ല രീതിയിൽ ജീവിക്കുക കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കാം. അവൾ കൂടെ പോയപ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് വിങ്ങിപ്പോയി. കാണാനുള്ളവരെല്ലാം കണ്ടു. ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അതും നടക്കുന്നുണ്ട്. എന്നാൽ അതിനിടയിൽ നാത്തൂൻ പറയണ്ട്, മതി, എന്തിനാ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കൂട്ടണത്? എന്താവശ്യത്തിനാ ഇഞ്ഞത്? ഓലോ കാട്ടിക്കൂട്ടൽ കണ്ടാൽ. നൂറെല്ലാം കേട്ടു. നാത്തൂനൊക്കെ എന്താ എന്നോട് ഇത്രയധികം ഒരു പരാതിയും പരിഭവം എനിക്കറിയുന്നില്ല. എന്നാൽ അതാ വീണ്ടും കാണാനുള്ളവരെല്ലാം വന്നു തുടങ്ങി. മോളെ ആ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തെടുത്ത അവൾക്ക് ഒരു ചുരിദാർ എങ്ങാനും എടുത്തെടുക്ക്. കുറേ നേരമായില്ല അതും താങ്ങി പിടിച്ച് നിൽക്കണേ ഓള്. ഇത്താ എനിക്ക് നിസ്കരിക്കണം, ഇതൊക്കെ ഒന്ന് അഴിച്ചു തരാൻ. ഓ അതാണല്ലോ ഇപ്പോൾ വലുത്, സുഖമില്ലാത്തവൾക്കിപ്പോൾ. എന്നാൽ അവൾ അതാ കുറച്ച് കളിയാക്കലോടെ അലമാരയിൽ നിന്ന് ഒരു ഇളം നീല നിറത്തിലുള്ള ചുരിദാർ എടുത്തു കൊടുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ആ ഡ്രസ്സുകളെല്ലാം അഴിക്കുവാനും സഹായിക്കുന്നു. ഇനിയിപ്പോൾ നാണും മാനം നിന്നിട്ട് കാര്യമില്ല, ഒക്കെ ശീലം തന്നെ. എന്തായാലും എവിടെറ്റം പോകുന്നാവാൻ അറിയാലോ. എന്നാൽ അതിനിടയിൽ അതാ താഴെ അടുക്കളയിൽ പല രീതിയിലുള്ള ചർച്ചകളും നടക്കുന്നു. പൊന്നാര താത്ത, ഓ ഞങ്ങൾ ഇങ്ങോട്ട് മണവാട്ടിനേറ്റ് വരണം. ആ സമയത്താണ് ഓള് തല കറങ്ങിയാണ്ട് വീണു. എന്താ വിചാരിച്ചിക്കണ്? എന്തെങ്കിലും അസുഖം ഉണ്ടാവും, അല്ലാത്തവരൊന്നും അങ്ങനെ തലറിഞ്ഞ് പോകുന്നില്ല. ഏതായാലും നമ്മളെ മോൻ പെട്ടു എന്ന് തന്നെ പറയാം. അല്ല അപ്പം എന്താ ഇനിയിപ്പോൾ ഇതിനും തലി വെച്ച് നടക്കേണ്ടി വരും. വേറെ വല്ല അസുഖം ഉണ്ടോ? ഒരു മറച്ചേക്കാൻ പാടുണ്ടല്ലേ ഇപ്പോൾ ഇതൊക്കെ. ഡ്രസ്സ് മാറ്റി ഇറങ്ങി വരുന്ന നൂറ് അതാണ് കേട്ടത്. നാത്തൂൻ പറഞ്ഞു, അതെ അവിടെ ഇങ്ങനെ കുത്തിച്ചാരി നിൽക്കണ്ട, അങ്ങോട്ട് പോരും അടുക്കളേക്കൊക്കെ. നൂറ് സങ്കടത്തോടെയാണ് ഇറങ്ങുന്നത്. അതെ ചുരിദാറൊക്കെ കുറച്ച് ലൂസ് കൂടുതലാണ്. അതായത് മറ്റൊന്നുമല്ല, അവൾ തടിയില്ലാത്തത് കൊണ്ട്. എന്നാൽ അവൾ ഇറങ്ങി വരുന്നത് കണ്ട് അത് അടുക്കളയിലെ ചില പെണ്ണുങ്ങൾ ചിരിച്ചു. എന്താ ഇപ്പോൾ ഇത് ചാക്കിനുള്ളിലിട്ടേ പോലുണ്ട്, ചാക്കിനുള്ളിൽ കീർക്കിലിട്ടാൽ എങ്ങനെ അതുപോലെ ഉണ്ട്, അത്രക്ക് ലൂസ്. എന്നാൽ ഉമ്മ നാത്തൂനോട് പറഞ്ഞു, അല്ല ഫെബിയെ ഒന്ന് ഷെയ്പ്പായി കൊടുത്തുവിടേന്. അവിടെ തന്നെ മെഷീനും കാര്യമൊക്കെ ഉണ്ടല്ലോ, ഒന്നാ ഷെയ്പ്പായി കൊടുത്തുവിടേന്. എന്തിനാ അതിനെക്കൊണ്ട് ഇങ്ങനെ ഇടങ്ങാറാക്കിപ്പിച്ചതിനെ? അതൊന്നും ഇപ്പം ഞാൻ ഷെയ്പ്പാക്കണമെന്നൊന്നുമില്ല. എന്താ ഡിജി പറയണത്? അല്ലേ ഷെയ്പ്പാക്കിയാലും ഇത്ര ഇടന്നില്ലെന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. എനിക്കാണെങ്കിൽ കഴിയൂല്ല. അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതിനോ. വലിയൊരു ചുരിദാറായിട്ട് മോള് ഓള് ശരിയാക്കി തരും. എൻ്റെ ഉമ്മ കല്യാണം കഴിഞ്ഞ ക്ഷീണം മാറ്റില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ടൈലറായിട്ട് നടക്കുക എന്താന്നില്ലേ. അതൊക്കെ ഇനി ആക്കും പോലെ നിങ്ങൾ പുറത്തെങ്ങാനും കൊണ്ടുപോയി ശരിയായിക്കോളൂ. എന്നെ കൊണ്ട് കഴിയില്ല. അല്ല ഡിഗ്രി ഏതായാലും തയ്യലൊക്കെ പഠിച്ചത് തന്നെയല്ലേ, എനിക്ക് അറിയണല്ലേ. എന്നാൽ നിസ്സഹായതയോടെ അതാ അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി. മോൾക്ക് വിശക്കുണ്ടാവും, എന്തേലും തിന്നോ. ഇനിയിപ്പോൾ നേരെ തല കറങ്ങി വീണതാണോ എന്തോ ആർക്കറിയാം. നേരത്തെ ഭക്ഷണം കഴിച്ചീനോ മോള്? ഉമ്മ കുറച്ച് നേരത്തെ. അത് സാരമില്ല. അക്കത് ഈ പ്രായം പെൺകുട്ടികൾ ചോറും കഞ്ഞിയും തിന്നൂല്ല. പിന്നെ അതേപോലെ തന്നെ തീരെ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇതില്ലല്ലോ.
അങ്ങനെ തല കറങ്ങിയതേക്കാരം, അല്ലാതെ ഇപ്പം എങ്ങനെ, എന്താ ഇപ്പം ഇത്. എന്നാൽ ഈ സമയം അതാ ആങ്ങള് ഷിനാസിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു പെങ്ങൾ ഫെബി. ഷിനാസേ, ആ എന്തെത്തതാ, നല്ലോണം കരുതിക്കോ, എല്ലാവരും പറയുന്നുണ്ട് സുഖമില്ലാത്ത കുട്ടിയാണ്. പിന്നെ ഈ പെണ്ണ് അന്ന് കാണാൻ വന്നപ്പോഴൊന്നും ഇത്രയൊരു കോലക്കേട് ഇല്ലായിരുന്നല്ലോ. ഇപ്പം എന്താ പെണ്ണിൻ്റെ തടിൻ്റെയൊക്കെ ഒരു കോലം, തീരെയില്ല. അതെ, എൻ്റെ പുതിയാപ്പിളിൻ്റെ വീട്ടിലേക്ക് സൽക്കാരത്തിന് കൊണ്ടുപോകുമ്പോഴേ എൻ്റെ നാത്തൂനാന്ന് പറയുമ്പോൾ എനിക്ക് മടിയുണ്ട് ആ കാര്യത്തിൽ. കുറച്ചൊക്കെ ഒരു തടിയില്ലെന്നൊക്കെ നോക്കി എടുക്കണ്ടേ. എന്താ ഇത്ത നിങ്ങളീ പറയുന്നത്, തടിയൊക്കെ പിന്നെ വെക്കലില്ല, അത്രയല്ലേ പ്രായമായിട്ടുള്ളൂ അതിന്. അത് ചെറിയ കുട്ടിയാണ്, കുട്ടി. എന്നാലും എന്നെ വെച്ച് നോക്കുമ്പോൾ തീരെ തടില്ല. പിന്നെ ഓൾക്ക് എന്തോ അസുഖം ഉണ്ട് കേട്ടോ, ഇത് ചോദിച്ചു നോക്കണ്ടി. എൻ്റെ ബാപ്പ മറച്ചു വെച്ചാണ് എന്നെ കെട്ടിച്ച്. ഓൾക്കിടാ മറ്റേ ഈ അപസ്മാരത്തിൻ്റെ ഒക്കെ അസുഖമുണ്ട്, കണ്ടാൽ തന്നെ അറിയാം. രാത്രി കയ്യും കാലിട്ട് അടിക്കുമ്പോൾ ഈ പേടിക്കൊന്നും വേണ്ട കേട്ടോ. അത് അതിൻ്റെ അസുഖം തന്നെയാണ്. ഇന്ന് മണിയറയ്ക്ക് വരുമ്പോൾ ശരിക്കും ചോദിച്ചോണ്ടേ, കാരണം എനിക്ക് തീരെ പറ്റിയിട്ടില്ല. നിങ്ങൾ ഫോട്ടോ കാണിച്ചു തന്നപ്പോഴൊന്നും ഇത്രയൊന്നും ഇതില്ലേനല്ലോ. ഇപ്പോൾ തീരെ ഒരു അതുമല്ല, ഓള് ബോധം കെടലെല്ലാം കൂടെ ആയിട്ട് ഇന്ന് എൻ്റെ പുതിയാപ്പിളിൻ്റെ വീട്ടുകാർ കളിയാക്കും. ഓലൊക്കെ നല്ല തണ്ടും തടിയും വലിപ്പമൊക്കെ ഉള്ളവരാണ്. അന്നെ ഇങ്ങനെ കണ്ടാൽ എന്താ, ഇത് ചെറിയൊരു കുട്ടീനെയാണ് ഇപ്പോൾ ഈ കെട്ടിക്കൊണ്ടിരുന്നത്. എന്താ ഈ പറയുന്നത്, അവൾ പാകത്തിന് ഹൈറ്റും വെയിറ്റൊക്കെ ഉണ്ടല്ലോ, എനിക്ക് അത്ര മതി. എന്തി ഒരുപാട് പൊണ്ണത്തിലുള്ള പെൺകുട്ടികളെ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ശരി, തടിയും കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷേ ഓള് മാനസിക രോഗിയാണെന്നും കൂടി ചോദിച്ചോണ്ടി. എന്തീ ഗുളിക കൊടുക്കൊണ്ടുപോയി ചോദിച്ചു നോക്കണ്ടി ഇന്ന് രാത്രി. ഞങ്ങൾ ചോദിക്കുമ്പോൾ മോശക്കാരം, മനസ്സിലായല്ലോ. അങ്ങനെ അതാ നൂറയെ ഫെബി വിളിക്കുന്നു. നൂറ വാ പോര്. എന്നാൽ ഉമ്മ പറഞ്ഞു, അതെന്തെങ്കിലും കഴിക്കട്ടെ പെണ്ണെ, ഈ എന്തിനത്ര ധൃതി പിടിച്ചോളോ വലിച്ചോണ്ടോണ്. മതിമ്മ, ആദ്യരാത്രിക്ക് അത്രേ കഴിക്കുള്ളൂ എല്ലാവരും. അല്ല നൂറ, ഈ എന്തേ ഗുളിക കുടിക്കണ്ട? അതെ, അവൾ അവിടുന്ന് തന്നെ അത് ചോദിച്ചു. എല്ലാവരും അവളുടെ മുഖത്തേക്ക് നോക്കി. ഇല്ല. പിന്നെ അപസ്മാരത്തിനുള്ള ഗുളിക എങ്ങാനും ഈ കുടിക്കുന്നുണ്ടോ? ഇല്ല. എന്താ ഫെബി എനിക്ക്, എന്തിനിപ്പോൾ ഇല്ലാത്തത് ഇങ്ങനെ ഉണ്ടാക്കണിയേ? അല്ലേ ഞാൻ ചോദിക്കുക, അവിടുന്നേ അസുഖം കണ്ടിട്ട് ചോദിക്കുക, ഇനിയും പറയാൻ പറ്റൂലല്ലോ. ഞാനെൻ്റെ എന്തെങ്കിലും കണ്ട് പേടിക്കുമെന്നാവോ, അതെനിക്ക് പേടി. ശരിക്കും ആ കുത്തുവാക്കുകൾ അവളുടെ നെഞ്ചിനാണ് കുത്തലേറ്റത്. അവൾക്ക് ആകപ്പാടെ ടെൻഷനാവുന്നു. റബ്ബേ പഠിച്ചോനെ, വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണോ? എനിക്കറിയില്ല. ബാപ്പ വാശി പിടിച്ച ഇഷ്ടത്തിന് കെട്ടിച്ചതിന് ഞാൻ നിന്നും ചെയ്തു. അവിടെ വീട്ടിൽ നിന്നാൽ മതിയായിരുന്നു, അവൾക്ക് തോന്നിപ്പോയി. എന്നാൽ മതി തിന്നത്. എന്തപ്പോൾ ഇങ്ങനെ തീറ്റി, എൻ്റെ പൊന്നാര പെണ്ണ് തിന്നിട്ടില്ല, അത് കൈ അയക്കാണ്ട് വെച്ചിട്ടുള്ളൂ. അത് ആക്കം പോലെ അങ്ങനെ തിന്നാണ്. തിന്നോട്ടെ കുറച്ച്, ഇനി ഒരു 10-15 മിനിറ്റ് വൈകിയാലും ഇപ്പം എന്താ ഇത്ര വലിയ തിരക്ക്. അതെ, ഓന് കെടുക്കാൻ നേരം വെക്കുന്നുണ്ടാവും. ഇന്നലെ രാത്രിയൊക്കെ എപ്പോഴും ഉറങ്ങിയത് അറിയോ? അതെ, ഓൻ എപ്പോഴെങ്കിലും എപ്പോൾ കിടന്നാലും രാത്രി 12 മണി അത് ഓൻ കെടുക്കൂല. കാരണം ഓൻ്റെ കൂട്ടുകെട്ടും ഇതൊക്കെ കഴിഞ്ഞ് വന്ന് എത്തുമ്പോഴത്തേന് 12 മണിയൊക്കെ ആവും. എനിക്കതിപ്പോൾ ഇത്ര ബേജാറ് ഒന്നുമില്ലേ, ഓനെങ്ങാനും ഉറങ്ങിക്കഴിഞ്ഞാൽ വിചാരിച്ചിട്ടാണ്. എന്നാൽ അവൾക്ക് ഭക്ഷണം മുഴുവനായി കഴിക്കാം. മോളെ എന്നാൽ മതിങ്ങ് നിർത്തിക്കാളെ, കഴിയണില്ലെങ്കിൽ കേട്ടോ. ഉമ്മ മോള് പേടിക്കണ്ട. എന്നാ ഈ വെള്ളം, എന്നാ ഈ പാല് കൊണ്ടുപോയി കൊടുത്തേക്ക് ഓനക്ക്. എന്നാ ഇതേ അവന് കൊണ്ടുപോയി കൊടുത്തിട്ട് നല്ല പോയി ഒന്ന് ഉറങ്ങിക്കോളി. എന്നാ മോളെ. ഉമ്മ സ്നേഹത്തോടെ ആ ഒരു പാൽ ഗ്ലാസ് കയ്യിൽ തന്നു. വേഗം പോര്, എനിക്കും കിടക്കണം. നാത്തൂന് ഫെബി അവളെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നു. ഫെബിന മെല്ലെ വലിച്ചു കൊണ്ടേക്കതിനെ, അത് അതിനത്ര ഒന്നും ആയിട്ടില്ല. ഉമ്മയുടെ വാക്കുകൾ വീണ്ടും. അങ്ങനെ അത് ഫെബിയുടെ കൂടെ പാലുമായി അവൾ പോകുന്നു. എന്നാ ഷിനാസേ, എന്നാ എൻ്റെത് എന്ന് പറഞ്ഞ് അതാ അവനെ ഏൽപ്പിക്കുന്നു. ഷിനാസ് ആ നിമിഷം തന്നെ വാതിൽ പതുക്കെ അടച്ചു. അവൾ പാലുമായി അതാ ആ റൂമിൻ്റെ മണിയറയുടെ മൂലക്കൽ വാതിലിനോട് ചാരി നിന്നു. എന്താ പാല് ആർക്കാ കൊടുക്കുന്നത്, വാതിലിനോ? അവൾ ഭയത്തോടെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ അവൾക്ക് ഭയം തോന്നി. ഇതാ അവിടെ വെച്ചേക്ക്. അവൾ അതാ ടേബിളിലേക്ക് വെച്ചു. നൂറ, എന്താ നൂറ, ഞങ്ങൾ ചതിച്ചതാണോ?
എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിലും മറച്ചു വെക്കാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് അറിയണമല്ലേ? എൻ്റെ പാപ്പ വലിയ ഹാജിയരാണല്ലോ. എന്താ ഇപ്പം എന്നോട് ഈ കാര്യമൊന്നും പറയുന്നത്? ഒരു നിമിഷം ന്യൂറ് ഞെട്ടിപ്പോയി. എന്ത്? ഒന്നും അറിയില്ലല്ലേ? എന്താ എനിക്ക് അസുഖം സത്യത്തിൽ? എൻ്റെ അസുഖത്തിൻ്റെ ലിസ്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല എനിക്ക് അസുഖം? ഇല്ല. മെഡിസിൻ കഴിക്കുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ ഇല്ല ഇല്ല ഇല്ലെന്ന് പറയാൻ ആരാ പഠിപ്പിച്ചെന്നത്? എൻ്റെ വാപ്പയാണോ? ഒരു നിമിഷം അവൾക്ക് ആകപ്പാടെ ടെൻഷനായി. ഞാൻ മെഡിസിനൊന്നും കഴിക്കണില്ല. ഓക്കെ ഓക്കെ, നാ പാലിൻ്റെ എടുത്താ. എന്നാൽ ആ നിമിഷം അത് അവൾ വിറക്കുന്ന കൈകളോടെ ആ പാലുമായി അയാളുടെ അടുത്തെത്തി. എന്നാൽ ഒരു നിമിഷം കൊണ്ട് അയാൾ ആ പാല് മുഴുവനായി ഒറ്റയടിക്ക് വലിച്ചങ്ങ് കുടിച്ചു. ആയ്, അതെ, നിനക്ക് പകുതി തരണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിൻ്റെ അസുഖം അങ്ങനെ എനിക്ക് പകരുമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഒറ്റയടിക്ക് കുടിച്ചു. അല്ല നൂറ, നിങ്ങൾ വലിയ ദീനിയായ ആൾക്കാരും ഒക്കെയാണല്ലോ, എന്നിട്ടിപ്പോൾ ഇങ്ങനത്തെ ചതി ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ എന്ത് ചതി? ഒന്നുമില്ലല്ലേ? അസുഖമുള്ള എന്തൊരു അസുഖമാണെങ്കിലും നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ആ കാര്യമൊക്കെ പറയണം, അല്ലഞ്ഞാൽ പ്രയാസമാണ്. ഇതിപ്പോൾ അസുഖമുള്ള നിന്നെയും കൂട്ടി എനിക്കിവിടെ നിൽക്കാൻ ഒരു സമാധാനമല്ല. എന്തെങ്കിലുമൊക്കെ രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രയാസമാണ്. അവിടെ കിടന്നോ എന്ന് പറഞ്ഞ് അവൻ ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഒരു നിമിഷം അവൾ ആകെ പേടിച്ചു പോയി. റബ്ബേ പഠിച്ചോനെ, എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഇവർ, എന്തൊക്കെയോ കുത്തുവാക്കുകൾ പറയുന്നു. അവൾ ആ ഒഴിഞ്ഞ പാൽ ഗ്ലാസ്സിലേക്ക് നോക്കി. സാധാരണത്തെ രീതിയിൽ പാല് കുടിക്കുമ്പോൾ പകുതിയൊക്കെ കുടിക്കുന്ന ഒരു പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഒറ്റയടിക്ക് കുടിച്ച് തീർത്ത് എഴുന്നേറ്റിരിക്കുന്നു. അവൾക്കാണെങ്കിൽ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്, ക്ഷീണമുണ്ട്. എന്നാൽ അവൾ ആ ബെഡിലിരുന്നു. അവൻ അപ്പോഴും പുറത്ത് ബാൽക്കണിയിലായിരുന്നു. അവൾ ആ ബെഡിലിരുന്ന് അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. പാവം, അവൾ ക്ഷീണിച്ചുറങ്ങിയതാണ്. ഉറക്കത്തിലേക്കങ്ങ് വഴുതി വീണുപോയി. പെട്ടെന്ന് അതാ അവളുടെ ഭർത്താവ് വന്നു. ഓഹോ, ഭർത്താവിനെ പോലും കാത്തു നിൽക്കാതെ കിടന്നുറങ്ങൽ കണ്ടില്ലേ? അപ്പോൾ തന്നെ അതാ അവനൊരു ഫോട്ടോ എടുത്ത് നേരെ പെങ്ങൾക്ക് വിട്ടുകൊടുത്തു വാട്സപ്പിൽ. കണ്ടോ, പോത്തുപോലെ ഉറങ്ങാൻ തുടങ്ങി. എന്താന്നില്ലേ, ബെസ്റ്റ്. എടാ ഒന്നുകൊണ്ട് കൊടുക്ക്, അതാ വേണ്ടത്. അല്ലെങ്കിൽ വേണ്ട, തൊടണ്ട. കാരണം എന്താ ജാതി പറയാൻ പറ്റൂലല്ലോ. ഇനിയിപ്പോൾ തൊട്ടേ ഇളകിയാലോ, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ. ശരിക്കും നാത്തൂൻ്റെ ആ ഒരു സപ്പോർട്ടും കൂടെ ആയപ്പോൾ അവന് കലിയാണ് വന്നത്. ഇവളെയൊക്കെ എടാ ഒന്നും നോക്കണ്ട, ആണ്ട് കൊണ്ടേ കൊടുത്താളാ, കൊണ്ടേ വിട്ടുകൊടുത്താളോ, ഒഴിവായിക്കാളാ, തലയിലാവട്ടോ ഇത്. പാവം ആ പെണ്ണ് നൂറ ഒന്നും അറിയുന്നില്ല. അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണിട്ടുണ്ട്. അതിനിടയിൽ ഫോട്ടോ എടുക്കലും ഷെയറിങ്ങും എല്ലാം കഴിഞ്ഞു. എന്നാൽ ഒരു നിമിഷം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. കാണാനൊക്കെ മൊഞ്ചത്തിയാണ്, പക്ഷേ വെറുതെ അങ്ങ് വിടുന്നതും ശരിയല്ലല്ലോ. കയ്യിൽ ഇത്രയ്ക്കും നല്ലൊരു സത്തിനെ കിട്ടിയിട്ട് ഒരു കാരണമില്ലാതെ അങ്ങോട്ട് ഒഴിവാക്കുമെന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു നഷ്ടമാവുമല്ലോ. തൽക്കാലം അവളെ വെറുതെ അങ്ങ് ഞാൻ വിടുന്നില്ല. മുഖത്ത് നോക്കുമ്പോൾ വല്ലാത്ത ഒടുക്കത്തെ സൗന്ദര്യമാണ്. ശരീരം കുറച്ച് വെയിറ്റ് കുറവേന്നേ ഉള്ളൂ, പക്ഷേ അവൾ വല്ലാത്ത മൊഞ്ചാണ് ഇവൾക്ക്. ശരിക്കും അവളെ നോക്കി അവൻ വെള്ളമിറക്കി. ഇനി വല്ല അസുഖമുള്ള കുട്ടി എന്തെങ്കിലും ആണെങ്കിലോ, പറയും വേണ്ട. തൽക്കാലം 1-2 ദിവസം ഇവിടെ നിൽക്കട്ടെ, എന്നിട്ടങ്ങ് കൊണ്ടുവിടാം. അതിനിടയിൽ കഴിയാനുള്ളതൊക്കെ ഒന്ന് കഴിയണം. അവളുടെ ഭർത്താവ് നേരെ അതാ അവളുടെ നേരേക്ക് വീണ്ടും നോക്കിയിരിക്കുന്നു. അവളുടെ തൊട്ടരികിലേക്കായി അയാൾ നീങ്ങിക്കിടക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.